ഒരു മഹാഭാരത കഥയാണ് ഇന്ന് പറയുന്നത്. ആരാണ് ജരാസന്ധൻ? പകുതി മനുഷ്യനായി ജരാസന്ധൻ എങ്ങനെ ജനിച്ചു? ഏറ്റവും ശക്തനായ ജരാസന്ധന്റെ വധം നടന്നത് എങ്ങനെ? കഥ ഇങ്ങനെ. മഗധ രാജ്യം ഭരിച്ചിരുന്ന അതിശക്തനായ രാജാവായിരുന്നു ബൃഹദ്രഥൻ. അദ്ദേഹം കാശി രാജാവിൻ്റെ ഇരട്ടകളായ 2 പെൺമക്കളെ വിവാഹം കഴിക്കുകയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രാജാവിന് മക്കളില്ലായിരുന്നു. ഈ കാര്യത്തിൽ വ്യാകുലനായിരുന്ന അദ്ദേഹം ഒരിക്കൽ ആ രാജ്യത്തേക്കെത്തിയ അതീവ ജ്ഞാനിയായ ചണ്ഡകൗശികൻ എന്ന മുനിയെ കാണാൻ പോകുകയും തൻ്റെ സങ്കടമുണർത്തിച്ച് അതിന് പരിഹാരം പറഞ്ഞു തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാജാവിൻ്റെ പ്രശ്നം കേട്ട മുനി കുറച്ചുനേരം ധ്യാനനിമഗ്നനായി ഇരുന്നു. അപ്പോൾ ഒരു മാമ്പഴം അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് വീണു. മുനി ആ മാമ്പഴം രാജാവിന് നൽകുകയും ഭാര്യയ്ക്ക് നൽകുവാൻ പറയുകയും ചെയ്തു. ഈ മാമ്പഴം കഴിച്ചതിന് ശേഷം ഭാര്യ ഒരു പുത്രനെ ഗർഭം ധരിക്കും എന്നും പറഞ്ഞു. തൻ്റെ ഭാര്യമാരിൽ ഒരാൾക്കു മാത്രം മാമ്പഴം നൽകാൻ മനസ്സു വരാത്ത രാജാവ് മാമ്പഴം 2 പകുത്ത് 2 പത്നിമാർക്കും നൽകി. ശേഷം 2 പേരും ഗർഭവതികളാകുകയും പ്രസവിക്കുകയും ചെയ്തു. എന്നാൽ 2 പേരും പ്രസവിച്ചത് ഒരു കുഞ്ഞിൻ്റെ പകുതി വീതമായിരുന്നു. ഭയത്താലും ദുഃഖത്താലും ആ 2 പാതി ശരീരങ്ങളെ അവർ കൊട്ടാരത്തിന് പിന്നിലെ കാട്ടിലുപേക്ഷിച്ചു. ആ സമയം അതുവഴി കടന്നുപോയ ജര എന്ന രാക്ഷസി ആ ശരീരം കാണുകയും അത് ഭക്ഷിക്കാനായി 2 പാതികളും ഒരുമിച്ച് വായിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഒന്നിച്ചു ചേർന്ന ആ പാതികൾ ഒറ്റ ശരീരമായി ആ കുഞ്ഞിന് ജീവൻ വയ്ക്കുകയും ചെയ്തു. ഉറക്കെ കരഞ്ഞ ആ പിഞ്ചു കുഞ്ഞിനെ തിന്നാതെ ജര രാജാവിന് മുന്നിലെത്തിച്ചു. ഇത് കണ്ട് ഒരുപാട് സന്തോഷമായ രാജാവ് ജരയാൽ സന്ധിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ യോജിപ്പിക്കപ്പെട്ട എന്ന അർത്ഥത്തിൽ പുത്രന് ജരാസന്ധൻ എന്ന പേരു നൽകി. ജരാസന്ധൻ വളർന്ന് മിടുക്കനായി മാറുകയും ബൃഹദ്രഥൻ രാജഭരണം മകനു കൈമാറുകയും ചെയ്തു. അവൻ ഓരോരോ രാജാക്കന്മാരെയായി തോൽപ്പിക്കുകയും തൻ്റെ രാജ്യം വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ജരാസന്ധൻ തൻ്റെ പെൺമക്കളെ ശ്രീകൃഷ്ണൻ്റെ അമ്മാവനായ കംസനായിരുന്നു വിവാഹം കഴിച്ചു നൽകിയത്. ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചതിനാൽ ജരാസന്ധൻ്റെ മക്കൾ വിധവകളാകുകയും ഇതിനാൽ ജരാസന്ധന് കൃഷ്ണനോട് വൈരാഗ്യമുണ്ടാകുകയും ചെയ്തു. ആയതിനാൽ ജരാസന്ധൻ തുടരെ കൃഷ്ണനോട് യുദ്ധം ചെയ്തു. എന്നാൽ പരാജയമായിരുന്നു ഫലം. ഇതേ സമയം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭരണം പാണ്ഡവന്മാർ ഏറ്റെടുക്കുകയും യുധിഷ്ഠിരൻ രാജസൂയ യാഗം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻ അവരോട് ജരാസന്ധനെക്കുറിച്ച് പറഞ്ഞു. മഗധ രാജാവായ ജരാസന്ധനെ തോൽപ്പിക്കാതെ രാജസൂയം സുഗമമായി നടക്കില്ലെന്നും ജരാസന്ധൻ ഇപ്പോൾ 86 രാജാക്കന്മാരെ തടവിലാക്കിയിരിക്കുകയാണെന്നും എണ്ണം 100 തികഞ്ഞാൽ ഓരോരുത്തരെയായി ബലി കൊടുക്കാൻ തുടങ്ങുമെന്നും ശേഷം ശക്തനായി മാറുന്ന ജരാസന്ധനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്നും കൃഷ്ണൻ പറഞ്ഞു. ആയതിനാൽ അപ്പോൾ തന്നെ അങ്ങോട്ട് പോകാനായി കൃഷ്ണനും ഭീമനും അർജുനനും തയ്യാറാകുന്നു. ബ്രാഹ്മണ വേഷത്തിൽ മഗധയിലേക്ക് കടന്ന ഇവർ ജരാസന്ധൻ്റെ മുന്നിലെത്തി തങ്ങൾ ആരെന്ന് വെളിപ്പെടുത്തുകയും ഭീമൻ ജരാസന്ധനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്നു. 27 ദിവസം യുദ്ധം ചെയ്തിട്ടും തുല്യശക്തരായ ഇരുവരും തോറ്റില്ല. ജരാസന്ധൻ്റെ ജനനരഹസ്യം അറിയാമായിരുന്നതിനാൽ 28-ാം ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കൃഷ്ണൻ ഒരു കമ്പെടുത്ത് 2ആയി മുറിച്ച് എറിഞ്ഞു കാണിച്ചു. ഇത് കണ്ട ഭീമന് കാര്യം മനസ്സിലായി. ദ്വന്ദ്വയുദ്ധം തുടങ്ങുകയും ഭീമൻ ജരാസന്ധൻ്റെ കാലിൽ പിടിച്ച് ചുഴറ്റി തറയിലിടുകയും ജരാസന്ധൻ്റെ ശരീരം 2ആയി വലിച്ചു കീറുകയും ഇരുപാതികളും എതിർദിശകളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതോടെ ജരാസന്ധൻ വധിക്കപ്പെട്ടു. നന്മയ്ക്ക് തിന്മയിന്മേലുള്ള വിജയം പറയുന്ന ഈ കഥ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.